നമസ്കാരം. മോഹൻലാലിനെ അധിക്ഷേപിച്ച കേസിൽ തനിക്ക് ഭയമില്ലെന്ന് ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സ്. താരത്തോട് തനിക്ക് ശത്രുതയില്ലെന്നും അജു പറഞ്ഞു. മോഹൻലാലിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അജു. താൻ ഒളിവിൽ പോയിട്ടില്ലെന്നും രാവിലെ സ്റ്റേഷനിലെത്തിയപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും അജു പറഞ്ഞു. എറണാകുളത്തെ റൂമിൽ ചെന്ന് തെളിവെടുപ്പിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എല്ലാവരും പറയുന്നത് പോലെ തനിക്ക് മോഹൻലാലിനോട് ശത്രുതയില്ലെന്നും ഓരോ സംഭവങ്ങൾ വെച്ച് വീഡിയോ ഇടുന്നതാണ്, അതുകൊണ്ട് കേസിനെ ഭയക്കുന്നില്ല. മോഹൻലാലിനെതിരെ തുടർച്ചയായി പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും അജു കൂട്ടിച്ചേർത്തു. അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് അജു അലക്സിനെതിരെ നടപടിയെടുത്തത്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ മോശം പരാമർശം നടത്തിയത്. മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷമുളവാക്കുന്ന രീതിയിലായിരുന്നു അജു അലക്സിന്റെ പരാമർശമെന്ന് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത 192, 296, KP ആക്ട് 2011, 120 വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ സന്ദർശിച്ചതിന് എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത്. മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതേസമയം അജുവിനെതിരെ ടെറിട്ടോറിയൽ ആർമിയും പരാതി നൽകുമെന്നാണ് സൂചന. മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ അജു അലക്സ് എന്ന ചെകുത്താനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി തിരുവല്ല CI സുനിൽ കൃഷ്ണൻ രംഗത്തെത്തുമ്പോൾ തെളിയുന്നത് നടന്റെ ഇടപെടലായിരുന്നു. അജു അലക്സിനെതിരെ ടെറിട്ടോറിയൽ ആർമിയും കേസിന് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും മോഹൻലാൽ വിളിച്ചുവെന്നും CI പ്രതികരിച്ചു. മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു. മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപിച്ചതിലല്ല, സൈന്യത്തെ ആക്ഷേപിച്ചതിലാണ് വിഷമം എന്ന് മോഹൻലാൽ പറഞ്ഞെന്നും CI സുനിൽ കൃഷ്ണൻ പറഞ്ഞു. അതായത് തന്റെ വേദന പോലീസ് ഉദ്യോഗസ്ഥനെ മോഹൻലാൽ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അതേസമയം താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് അജു അലക്സിനെതിരെ പരാതി നൽകിയത്. ഈ പരാതിക്ക് പിന്നിൽ മോഹൻലാൽ തന്നെയായിരുന്നുവെന്ന സൂചനയാണ് CIയുടെ വെളിപ്പെടുത്തൽ നൽകുന്ന സൂചന. ഇത്തരത്തിൽ ശക്തമായ നടപടിയെടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആവുകയുള്ളൂ. ഇത് സംബന്ധിച്ച കേസെടുത്ത വിവരം ഉന്നത ഉദ്യോഗസ്ഥനെ അറിയിച്ചപ്പോൾ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഇരുവരുടെയും ആവശ്യം. ഉന്നതതല നിർദ്ദേശമുണ്ടെന്നും CI പറഞ്ഞിട്ടുണ്ട്. അജു അലക്സിന്റെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അഥവാ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പോലീസ് നിയമപരമായാണ് എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുള്ളത്. തെളിവെടുപ്പിന്റെ ഭാഗമായാണ് വീട്ടിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു.